ഭഗവാൻ അയോധ്യകാണ്ഡത്തിൽ നിന്നും മാറി അവിടെ നമുക്കറിയാം സീതാസ്വയംവരമെല്ലാം കഴിഞ്ഞു വന്ന അയോധ്യയിൽ ജനകന്റെ ഇംഗിതം പോലെ ഭഗവാൻ ശ്രീരാമസ്വാമിയെ അയോധ്യാപുരി ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ എല്ലായിടങ്ങളിലും നമുക്ക് കണ്ടിരിക്കാൻ സാധ്യതയുള്ളതുപോലെ മന്ദര എന്ന കൂനിയാൻ വന്നുകൊണ്ട് കൈകേയിയെ പലതരത്തിലുള്ള പ്രലോഭിച്ചുകൊണ്ട് രാമന്റെ പട്ടാഭിഷേകം വിഘ്നം നടത്തണമെന്ന് പറയുന്നു. മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് കൈകേയി ദേവിയെ മന്ദര വശത്താക്കുകയും ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. പണ്ട് ശകടാസുരനോട് കൂടി യുദ്ധം ചെയ്ത സമയത്ത് നീ ദശരഥ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് 2 വരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ചോദിക്കണം. ഒന്നാമത്തത് ഭരതനെ രാജാവാക്കണം. രണ്ടാമത്തത് ശ്രീരാമനെ 14 സംവത്സരം വനവാസത്തിന് പറഞ്ഞേക്കണം. കൈകേയി കാണാൻ വേണ്ടി അയോധ്യാപുരി എല്ലാം അലങ്കരിച്ചിരിക്കുന്ന ദശരഥ മഹാരാജാവ് വരികയും ചെയ്യുന്ന സമയത്ത് നീ എന്തുകൊണ്ടാണ് കൈകേയി ഈ ക്രോധാലയത്തിൽ വന്നിരിക്കുന്നത്? കാരണം ദശരഥന് ഇത്തിരി ഇഷ്ടക്കൂടുതൽ കൈകേയിയോടുണ്ട്. അതുകൊണ്ട് വളരെയധികം സ്നേഹവാത്സല്യത്തോട് വഴി വന്ന സമയത്ത് ക്രോധാലയത്തിൽ ഇരിക്കുന്ന കൈകേയിയോട് ചോദിച്ചു. അപ്പോൾ കൈകേയി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, കടന്നു ചെല്ലൂ എന്ന് പറഞ്ഞ് ക്രോധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 2 വരം വേണം ചോദിച്ചു. എന്താണ് വരം? ഇന്നതാണ്. മഹാരാജാവ് ആകെ സങ്കടപ്പെട്ടു. ശരി, ഞാൻ കാര്യം ചെയ്യാം. ഭരതനെ രാജാവാക്കാം, പക്ഷെ നീ രാമനെ ഒരിക്കലും 14 സംവത്സരം വനത്തിലേക്ക് പറഞ്ഞയക്കാൻ നീ ആവശ്യപ്പെടരുത് പറഞ്ഞു. 2 വരം എനിക്ക് വേണമെന്നായി. 2 വരം നിനക്ക് തന്നുകൊള്ളുന്നു ദുഷ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവ് അങ്ങനെ അവിടെ മോഹാത്സ്യപ്പെട്ട് കിടക്കുകയാണ്. മാതാപിതാക്കളുടെ വാക്കുകൾ, പിതാവിൻ്റെ ആശാപദം ഞാൻ പാലിക്കാൻ ഇംഗിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് നിന്ന് കാൽക്കൽ വീണ് തൊട്ട് വണങ്ങി, ഞാനിതാ പോകുന്നു അങ്ങയുടെ വാക്കുകൾ പാലിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഭഗവാന്റെ കൂടെ സീതാദേവിയും വരുന്നു. അവിടെ ലക്ഷ്മണനും വരുന്നു. ലക്ഷ്മണൻ വരുന്ന സമയത്ത് സുമിത്രോപദേശമുണ്ട്. സുമിത്ര മാതാവിൻ്റെ ഏറ്റവും മനോഹരമായ ഉപദേശമുണ്ട്. അത് രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉപദേശം കൂടിയാണ്. യാതൊരു പോറിലും വെക്കാതെ നീ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ 3 പേരും ചേർന്നുകൊണ്ട് വനവാസത്തിലേക്ക് പോകുന്നു. 14 സംവത്സരം കാട്ടിലുള്ള പലയിടങ്ങളിലൂടെയും കടന്ന് അവിടെ ഗുഹൻ സഹായത്താൽ തോണി കടത്തി പോകുന്ന സഹായത്താൽ സരയൂ നദി കടന്ന് അവർ വനത്തിലെത്തുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ പുണ്യമായ ഈ പ്രദേശത്ത് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പർണശാല നിർമ്മിച്ച് അവിടെ രാമനും ലക്ഷ്മണനും സീതാദേവിയും വനവാസത്തിന് ഇരിക്കുന്ന രംഗം.